ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഈഗോ ലിഫ്റ്റിംഗ് കൊണ്ടാണ്. കാരണം കുറെ ആൾക്കാർ ബാക്കി ആൾക്കാർ എടുക്കണ വെയിറ്റ് അനുസരിച്ച് എടുക്കാൻ നോക്കാണ്. ചിലപ്പോൾ ഒരു ജസ്റ്റ് ബിഗിനർ ആയിരിക്കാം, അപ്പൊ അപ്പളേക്ക് അവരെന്ത് ചെയ്യാണ്, എനിക്ക് ഇത്ര അവന് 7.5 കിലോ അടിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് 10 എടുക്കണം. കണ്ടുകഴിഞ്ഞാൽ ഹൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവന് കണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം മസിൽ ബൾക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല വെയിറ്റ് എനിക്ക് പോകാൻ പറ്റും, കാരണം എന്താ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട്. അങ്ങനെ പറ്റില്ല. മുപ്പർക്ക് ഇതേപോലെ ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തതിനു ശേഷമാണ് മുപ്പർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് മുപ്പര് വന്നത്. കാരണം മുപ്പര് വെയിറ്റ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈസ് നോട്ട് എ ഹ്യൂമൺ നമ്മൾ പറയാം. ഹൈ പെയിൻ ടോളറൻസ്. അതെ, പെയിൻ ടോളറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എത്ര വേദന വന്നാലും ഇങ്ങനെ സഹിച്ചു പിടിക്കും. അതുകൊണ്ട് അപ്പൊ കുറെ ആൾക്കാരൊരു മെയിൻ ഡൗട്ടാണ്, നമ്മൾ കുറെ വീഡിയോസ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും കണ്ടൊരു സംഭവമാണ് ഈ മസിൽ ടിയർ, അതുപോലെ ജിമ്മിൽ കുറെ ഇഞ്ചുറീസ് ഉണ്ടാവുന്നത്. നമ്മളറിയാം, നമ്മൾ ജിമ്മിൽ പോകുന്നത് തന്നെ നമ്മളൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഹെൽത്തിന്റെ ഇമ്പ്രൂവ്മെന്റിനും എൻഹാൻസ് ചെയ്യാനും മസിൽ ബിൽഡ് ചെയ്യാനും നമുക്കൊരു ഓവറോൾ സ്ട്രെങ്ത് മെന്റലി ഫിസിക്കലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് ഇതേപോലെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇഞ്ചുറീസ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ എടുക്കാം. നമുക്കറിയാം എന്തുകൊണ്ട് ഉണ്ടാവുന്നു, അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതൊക്കെ ആയിരിക്കും ഇന്ന് മൊത്തത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു എക്സസൈസ് പ്രോഗ്രാം നമ്മൾ എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ടാണ് ബേസിക്കലി ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ഈ ടിയറും ഇതൊക്കെ വരും. ഈ മോസ്റ്റ് ഓഫ് ദ ജിം ഇഞ്ചുറീസ് ഇപ്പോൾ കോമൺ ആയി വരാണ് ഭയങ്കരമായിട്ട്. കാരണം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് എടുത്തുണ്ടായിരുന്നു, ഒരു ടിയർ ആയില്ല ഉള്ളൂ, ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അവന് കുറച്ച് ഈഗോ ലിഫ്റ്ററാണ്. അത് കുറെ മെജോറിറ്റി ഇതിൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഈഗോ ലിഫ്റ്റിംഗ് കൊണ്ടാണ്. കാരണം കുറെ ആൾക്കാർ ബാക്കി ആൾക്കാർ എടുക്കണ വെയിറ്റ് അനുസരിച്ച് എടുക്കാൻ നോക്കാണ്. ചിലപ്പോൾ ഒരു ജസ്റ്റ് ബിഗിനർ ആയിരിക്കാം, അപ്പൊ അപ്പളേക്ക് അവരെന്ത് ചെയ്യാണ്, എനിക്ക് ഇത്ര അവന് 7.5 കിലോ അടിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് 10 എടുക്കണം. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇവര് എന്താണ് അടിക്കണം. ആരും ഈ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യും. ശരിക്കും നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്യുന്നത് ശരിക്ക് ലൈക്ക് മീ വേഴ്സസ് മീ എന്നാ പറയാ. നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യാണ് ജിമ്മില്, വേറെ ഒരാളായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ലാസ്റ്റ് ടൈമിൽ ഞാൻ 5 kg ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് ആവുമ്പോൾ ഞാൻ 7.5 പ്രോഗ്രസ് ആവും. അതിലേക്ക് എന്താ, ഞാൻ മീ വേഴ്സസ് മീ ആണ്. അതാണ് ശരിക്കും ജിമ്മിൽ നടക്കേണ്ടത്. പക്ഷെ കുറെ ആൾക്കാർ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവർ എടുക്കുന്നുണ്ട്, ഓ സംഭവം ചിലപ്പോൾ ഈ എന്നെക്കാട്ടിയും നല്ല കുറെ വെയിറ്റ് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എന്നെക്കാട്ടി വെയിറ്റ് എടുക്കുന്നുണ്ടാവും, ഞാൻ നല്ല തടിച്ചിട്ടാണ്, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, നല്ല മസിൽ ഉണ്ട്, അപ്പൊ എന്ത് ചെയ്യും, കുറെ വെയിറ്റ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എടുത്താല് ഓരോ ബോഡി സ്ട്രക്ചർ. ചില ആൾക്കാർക്ക് നല്ല മസിൽ പവർ ഉണ്ടാകും, കാരണം നല്ല കണ്ടുകഴിഞ്ഞാൽ ഹൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവന് കണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം മസിൽ ബൾക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല വെയിറ്റ് എനിക്ക് പോകാൻ പറ്റും, കാരണം എന്താ, സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര ചെറിയ വെയിറ്റ് എടുക്കണ വിചാരിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, വെയിറ്റ് കൂട്ടി പോവാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഇഞ്ചുറീസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് കാരണം ഇതുകൊണ്ടാണ്. ജിം റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാൻ കാരണം ഈ ഒരു കാരണം കൊണ്ട് മെജോറിറ്റി കേസിൽ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഒരു എക്സസൈസ് പ്രോഗ്രാം ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന സംഭവം വാർമപ്പിന്റെ കാര്യം. അപ്പൊ അത് നമ്മളെ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോ ഏതൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വാർമപ്പ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം. അത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നല്ല. ഫുൾ മസിൽ നമ്മൾ നെക്ക് മുതൽ ഫുൾ ബോഡി മസിൽ കാഫ് വരെ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ബോഡി ഒന്ന് വാം ആക്കണം, ആക്റ്റീവ് ആക്കണം, മൂവ്മെന്റ്സിൽ ചെയ്യിച്ച് ബോഡി ഒന്ന് വാം ആക്കണം. വെയിറ്റ് എടുത്ത് ചെയ്യണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ബോഡി ഒന്ന് വാം ആക്കണം എന്ന് പറയുന്നുള്ളൂ. അപ്പൊ അത് ബോഡി വാം ആക്കിയതിനു ശേഷം പിന്നെ നമ്മൾ എക്സസൈസ് പ്രോഗ്രാം വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് കോമൺ ആയിട്ട് കാണപ്പെടുന്ന 2 മസിൽ ടിയർ കണ്ടത്, മൂന്നെണ്ണം ഞാൻ പറഞ്ഞത്. ഒന്ന് കോമൺ ആയിട്ട് ബൈസെപ്സ് ടിയർ വരുന്നുണ്ട്, പെക്ടോറൽസ് മസിൽ നമ്മുടെ ചെസ്റ്റിന്റെ മസിൽ ടിയർ വരുന്നുണ്ട്, പിന്നെ കാഫിന്റെ ടയർ വരുന്നുണ്ട്. അപ്പൊ ഈ ബൈസെപ്സ് ടിയർ പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി അതൊരു സ്മോൾ മസിൽ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു മസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഹെവി വെയിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിക്ക് ചെറിയൊരു പെയിനൊക്കെ അപ്പൊ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടാവും അവര്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല അവര്, ആ പെയിനൊന്നും പ്രശ്നമില്ല, അതൊന്നൊക്കെ അപ്പൊ ചെറിയൊരു പെയിനില്ല വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സെൻട്രിക് ഫേസിൽ ടയർ ഉണ്ടാവും. അതന്നെ അതേപോലെ ഇഷ്ടം പോലെ വീഡിയോസ് എനിക്ക് ഇൻസ്റ്റയിലുണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരിക്കും, ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിക്കവറി എന്ന് പറയുമ്പോൾ. സംഭവം എത്ര സർജിക്കലി തിരിച്ച് ഇൻസേർട്ട് ചെയ്യണം, ആ ഇൻസേർഷൻ പോയിണ്ടാവും, പൊട്ടിപ്പോയിണ്ടാവും grade 3 ആണെങ്കിൽ. അപ്പൊ സർജറി ഇൻസേർഷൻ ചെയ്ത് തിരിച്ച് പഴയ പോലെ നമ്മൾ അത്രയും ഒരു ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ പോകുന്ന ഒരാളാണെങ്കിൽ അതോടെ മൂപ്പരെ അവിടെ നിൽക്കും. പിന്നെ മൂപ്പർക്ക് റിക്കവർ എടുക്കാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ മെന്റാലിറ്റി. നമ്മൾ എത്രത്തോളം വിൽ പവർ ഉണ്ട് തിരിച്ച് കൊണ്ടുവരാൻ വിചാരിച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്ത് ചെയ്യും, അവരതോടെ തളരും. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ബോഡിനെ നമ്മൾ ലിസൺ ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ്, മറ്റേ നമുക്ക് എല്ലാവർക്കും അറിയാം റോണി കോൾമാനെ പറ്റിയിട്ട്. മുപ്പർക്ക് ഇതേപോലെ ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തതിനു ശേഷമാണ് മുപ്പർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് മുപ്പര് വന്നത്. കാരണം മുപ്പര് വെയിറ്റ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഈസ് നോട്ട് എ ഹ്യൂമൺ നമ്മൾ പറയാം. കാരണം അത്രയും വെയിറ്റ് ലിഫ്റ്റ് പറഞ്ഞാൽ മൂപ്പര് റോണി കോൾമാന്റെ കാര്യം പറഞ്ഞു വെച്ചാൽ മൂപ്പർക്ക് ഭയങ്കര
ഹൈ പെയിൻ ടോളറൻസ്. അതെ, പെയിൻ ടോളറൻസ് ഉണ്ട്. അതുകൊണ്ട് മൂപ്പര് എത്ര വേദന വന്നാലും ഇങ്ങനെ സഹിച്ചു പിടിക്കും. അതുകൊണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൂപ്പർക്ക് എന്താ സ്പൈനൽ ഫ്രാക്ചർ. സ്പൈനൽ ഫ്രാക്ചർ ആയിരുന്നു. കാരണം മൂപ്പര് സ്കോട്ട് ചെയ്യുമ്പോൾ എത്രയോ വലിയ വെയിറ്റ് ഇട്ട സ്കോട്ട് ആണ്. മൂപ്പർക്ക് പെയിൻ വന്നു, എന്നിട്ട് മൂപ്പര് ടോളറേറ്റ് ചെയ്തിട്ട് വീണ്ടും എത്രയോ റെപ്പിറ്റേഷൻ അടിച്ചു. പിന്നെ അതിന് ശേഷമാണ് മൂപ്പർക്ക് ഈ സംഭവം മനസ്സിലായത്. പിന്നെ സർജിക്കൽ കറക്ഷൻ ചെയ്തിട്ടും ആൾക്ക് ബാക്ക് ടു നോർമൽ റിക്കവർ ആവാൻ പറ്റില്ല. ഇപ്പൊ മൂപ്പര് കണ്ട കഷ്ടമാണ്, ഭയങ്കര വിഷമമാണ്. ഒരു ഹരാണ് എല്ലാത്തിനും നമ്മൾ പറയില്ല, ഓവർ ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് അറിയില്ല. അതൊരു ഹര. ഇപ്പൊ ഫുട്ബോൾ നമ്മളെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഹരാണ്. ബട്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ ഉണ്ട് എല്ലാത്തിനും. ഒന്നിനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്രമണം കാണിച്ചിട്ട് ഓരോന്നും ചെയ്യാൻ പാടില്ല. പ്രോപ്പർ വേ ഉണ്ട്, ആ പ്രോപ്പർ വേയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതേപോലെ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും കുറെ മിസ്റ്റേക്സ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലെഗ് പ്രസ് ചെയ്യുമ്പോഴും സ്കോട്ട് ചെയ്യുമ്പോഴും മെജോറിറ്റി നമ്മളെ ഇഞ്ചുറീസ് ഉണ്ടാവുന്നത് കാണല് ഇതാണ്. ബൈസെപ്സ് കഴിഞ്ഞാൽ പിന്നെ ലോവർ ലിംബിലാണ് കാണുന്നത്. ലോവർ ലിംബിൽ കാലും ഇഞ്ചുറി ഉണ്ടാവുന്നത്. അപ്പൊ ഈ എന്താണ് നമുക്ക് പറയാൻ പറ്റും ഇവരോട് ഇങ്ങനത്തെ? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ലെഗ് എക്സ്റ്റൻഷന് അതേപോലെ ലെഗ് പ്രസിന്റെ ലെഗ് പ്രസ് ചെയ്യുമ്പോ നമുക്ക് നല്ല വെയിറ്റ് പോകും. അത് ശരിയാണ്, അത് ഫാക്ട് ആണ്. നല്ല വെയിറ്റ് പോകും എന്നുള്ളത്. നോർമലി ഒരാൾക്ക് നന്നായിട്ട് വെയിറ്റ് ലെഗ് പ്രസ്, കാരണം നമ്മുടെ ബോഡി ബാക്കിലൊക്കെ സ്റ്റെബിലൈസ്ഡ് ആണ്. ലോവർ ലിംബ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പുഷ് ചെയ്യാണ്. ആ വെയിറ്റ് പോകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ നല്ല വെയിറ്റ് ഇടുകയും ചെയ്യും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ റേഞ്ച് ഓഫ് മോഷന്റെ എൻഡിൽ എത്തുമ്പോൾ നമ്മൾ കാല് മൊത്തത്തിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ആ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ലോഡ് മൊത്തം നീലോട്ട് വരികയും ഹൈപ്പർ എക്സ്റ്റെൻഡ് ആയി അത് ഭയങ്കര വലിയ ഇഞ്ചുറിയിലോട്ട് പോകും. അപ്പൊ ഏറ്റവും ഇത് കുറെ ആൾക്കാർക്ക് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ചിലർക്ക് അറിയില്ല. അപ്പൊ അറിയാത്തവരോടെ പറയുന്നത്, ആദ്യം ഒരിക്കലും ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ലെഗ് പ്രസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുൾ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. ലെഗ് എന്ത് ചെയ്യണം, നമ്മള് ബെൻഡ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു 10 to 20 ഡിഗ്രീസ് ഫ്ലെക്സ് ചെയ്ത് വെക്കുക ലെഗ്. എന്നിട്ട് എന്ത് ചെയ്യാം, മൂവ്മെന്റ് ഫുൾ ആയിട്ട് റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാം. അതേപോലെ ഫുൾ റേഞ്ച് ചെയ്യാൻ കുറെ വെയിറ്റ് ഇട്ടിട്ട് ആക്ടിവിറ്റി ചെയ്തിട്ട് കാര്യമില്ല. ആ ഫുൾ റേഞ്ച് നമുക്ക് കിട്ടണം. നമ്മുടെ ലാറ്ററൈസ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാനുണ്ടാവില്ല, ഇങ്ങനെ ലാറ്ററൈസ്. അതുകൊണ്ട് എന്താ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സുഖ വെയിറ്റ് പോകും. പക്ഷെ ശരിക്കും നമ്മളെ ഷോൾഡറിന്റെ മൂവ്മെന്റ് ഡെൽറ്റോയിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡക്ഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ അബ്ഡക്ഷൻ കിട്ടണം കൈ. അപ്പൊ ആ ഒരു മൂവ്മെന്റ് ചിലപ്പോൾ നമുക്ക് 2.5 kg പറ്റുള്ളൂ, ചിലപ്പോൾ 5 kg പറ്റുള്ളൂ. ബട്ട് ഡു ഇറ്റ്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കുറെ ഈഗോ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ബോഡിക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. എന്ത് ചെയ്യാം, അപ് ടു ഫെയിലിയർ നമ്മൾ പുഷ് ചെയ്യാന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, അങ്ങനെ 5 kg ആയിട്ട് പുഷ് ചെയ്താലും 10 kg ആയിട്ട് പുഷ് ചെയ്താലും ആ പുഷിങ് ചെയ്യുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ഇതിലാണ് ഗ്രോത്ത് മെക്കാനിസം ആക്ടിവേറ്റ് ആവുന്നത്. അല്ലാണ്ട് നിങ്ങൾ കുറെ വെയിറ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് മെക്കാനിസം ഹൈപ്പർട്രോഫി ഉണ്ടാവില്ല. പിന്നെ വേറൊരു കോൺസെപ്റ്റ് നമുക്ക് അറിയാം. ഇപ്പൊ ഈ വർക്കൗട്ട് മാത്രമല്ലല്ലോ, നമ്മൾ ഇഞ്ചുറീസ് മാത്രമല്ല. ഇപ്പൊ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടില് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് വേണം, അതേപോലെ പ്രോപ്പർ സ്ലീപ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു സ്ലീപ്പിന്റെ ഒരു വീഡിയോനെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് പറയുന്നത്. അപ്പൊ എന്തായാലും കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞ ബേസിക്കലി നമ്മള് സ്ലീപ്പിന്റെ കാര്യം പറയാൻ അറൌണ്ട് 8 to 8 hours വേണം. ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ 8 hours ഓഫ് സ്ലീപ്പ് അവർക്ക് വേണം. കാരണം അത് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട്. മസിൽസ് ആർ നോട്ട് ബിൽഡ് അറ്റ് ജിം, ഇറ്റ്സ് ബിൽഡ് അറ്റ് ഹോം എന്നാ പറയാം. കാരണം വീട്ടിൽ നിന്നാണ് നമ്മുടെ ഡയറ്റും നമ്മുടെ സ്ലീപ്പും ആണ് നമ്മളുണ്ടാകും. അപ്പൊ ഓൾറെഡി നടക്കുന്ന നമുക്കറിയാം, മസിൽസ് നമ്മൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മൈക്രോട്ടിയേഴ്സ് ഉണ്ടാവുന്നു. അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ അത് ഹൈപ്പർട്രോഫി ആവുന്നു. അതാണ് ബേസിക്കലി അതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഹെൽത്തി രീതിയിൽ ചെയ്യുക. ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോഴത്തെ ആൾക്കാർക്ക് നോക്കണില്ല, അത് മൈൻഡ് ആക്കില്ല. അവൻ എത്ര വെയിറ്റ് എടുത്തു, അതിനേക്കാളും കൂടുതൽ എനിക്ക് എടുക്കണം. ആ നോട്ട് ചെയ്യാം, നമ്മൾ എത്ര വെയിറ്റ് ലാസ്റ്റ് ടൈം എടുത്താൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഇനി മുതൽ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ എത്ര വെയിറ്റ് എടുത്തു ഫോണിൽ ഒരു ബുക്കിലൂടെ നോട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ പതുക്കെ പ്രോഗ്രസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, റെപ്സ് കൂട്ടാൻ നോക്കുക. ഓക്കെ, ഞാൻ ഇപ്പൊ 10 kg ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 10 reps എടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 15 repsലേക്ക് എത്തിക്കാൻ നോക്കുക മാക്സിമം. അതാണ് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് ആ 50 reps ആയി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ വെയിറ്റ് കൂട്ടാം. അപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലാവും സ്ട്രെങ്ത് കൂടി, പ്രോഗ്രസീവ് ഓവർലോഡ് ആയിരുന്നു. ബേസിക്കലി അതിനിപ്പോ എന്തെങ്കിലും ഈ ഇഞ്ചുറീസിനെ കുറിച്ചോ എന്തൊക്കെയാണ് അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക.